ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ. വെക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം തന്നെ സ്കൂളും തുറന്ന് പിള്ളേരെല്ലാം സ്കൂളിലും പോയി ഒരാഴ്ചയ്ക്കാണ്. പറഞ്ഞു വന്നത്, ഈ വീഡിയോ എടുക്കണതെന്ന് പറയുമ്പം ആ, മെയ് ലാസ്റ്റ് 31-ാം തീയതിയാണ്. അത് ഞായറാഴ്ച. ഇപ്പം പൊന്മുടിയിൽ പോവേണ്ട ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ടിരിക്കണോണ്ട് പൊന്മുടി സീസണാണ്. ട്രിവാൻഡ്രംകാരെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് പൊന്മുടിക്ക് പോയി. പൊന്മുടിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡിയായി. കൊച്ചിച്ച വന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ നേരെ പൊന്മുടിക്ക് വിട്ടു. തലേന്ന് ഒരു ഒടുക്കത്തെ മഴയെന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴയായിരുന്നു. ഇന്നായപ്പോഴാണ് ഒടുക്കത്തെ വെയിൽ. ഞങ്ങളെല്ലാവരും വിചാരിച്ച് മണ്ടയ്ക്ക് എത്തുന്ന സമയത്ത് എന്തായാലും ഭയങ്കര വെയിലായിരിക്കും, കരിഞ്ഞു പൊക്കയും എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം തകർത്ത് കൊണ്ട് അത് സംഭവിച്ചു ഗൈസ്. ഞങ്ങൾ പോയത് ഒരു ഞായറാഴ്ചയും അത് വെക്കേഷൻ തീരുന്നതിൻ്റെ തലേന്നും ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് നേരെ ഹെയർ പിൻ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. തുടക്കത്തിലൊക്കെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും മഴ കാണത്തില്ല, ഒടുക്കത്തെ വെയിലും ചൂടൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും മഴ കാണത്തില്ലെന്ന്. പക്ഷെ ഒരു 19ാമത്തെ ഹെയർ പിൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രണ്ടിൽ നടക്കുക എന്താണെന്ന് പോലും കാണാൻ പറ്റില്ല. വണ്ടി പോലും കാണാൻ പറ്റാത്ത രീതിക്ക് മഞ്ഞുണ്ടങ്ങ് മൂടി. മഞ്ഞുകൊണ്ട് മൂടിയത് മാത്രം പോരാഞ്ഞിട്ട് ഒടുക്കത്തെ ബ്ലോക്ക്. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി നടക്കാമെന്നും പറഞ്ഞ 19ാമത്തെ ഹെയർ പിന്നോട്ട് ഞങ്ങൾ അങ്ങ് നടക്കാൻ തുടങ്ങി. അത് നടന്ന് ഓരോരുത്തർ ഇതേപോലെ കയറി നിൽക്കും, കുറച്ച് ഫോട്ടോ എടുക്കും, വീണ്ടും കുറച്ച് നടക്കും, വീണ്ടും കുറച്ച് എവിടെയെങ്കിലും കയറി നിൽക്കും. ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, അമ്മാതിരി രീതിക്കായിരുന്നു ബ്ലോക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുറകിലും മുന്നിലുമായിട്ട് വന്ന് എല്ലാവരും എന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്ത്. എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വിളിക്കാനാണെങ്കിൽ ഫോണിൽ റേഞ്ച് ഇല്ല. അങ്ങനെ ഞാൻ ആരെയൊക്കെയോ കൂടെ ഞാൻ അങ്ങനെ അങ്ങ് മണ്ടയ്ക്ക് ടോപ്പിലെത്തി ഗൈസ്. അങ്ങനെ കുറേ സമയം ഈ രണ്ടാടിൻ്റെ ഫ്രണ്ടിൽ വിദൂരതയിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന് അവർ വരുന്നുണ്ടോന്ന് ഉള്ള മഞ്ഞും മഴയും അത്രയും കൊണ്ട് ഞാൻ അങ്ങനെ അവരെയും കാത്ത് കുറേ സമയം നിന്നു. അങ്ങനെ ഗായ്സ് അതിഗംഭീരമായി ഞാൻ ഒറ്റയ്ക്കായി. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പെട്ടുപോയി. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. സൂപ്പർ. ഞാൻ നോക്കിയപ്പം കുറച്ച് പേരെന്തോ തപ്പി നടക്കണ കണക്ക് വരണ്. അപ്പോഴേ മനസ്സിലായി എന്നെ തപ്പി നടക്കണേന്ന്. അങ്ങനെ ഞാൻ ദാ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർക്കെന്നെ കണ്ടപ്പോഴാണ് കുറച്ച് സമാധാനം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ മണ്ടയ്ക്കോ എന്ന് വെച്ചാൽ ഒന്നും കാണാൻ വയ്യ, അമ്മാതിരി മഞ്ഞ്. പിന്നെ മഞ്ഞ് കഴിഞ്ഞിട്ട് പോവാന്നും പറഞ്ഞിരുന്നപ്പോൾ അത് മഞ്ഞ് മാറിയത് മാത്രം ഓർമ്മയുണ്ട്. വീണ്ടും മഞ്ഞടിച്ച് കയറി. അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു മഴ അങ്ങ് പെയ്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ പാട്ടായി, ഡാൻസായി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പം എന്താ തൊണ്ടവേദന, തലവേദന എല്ലാം കൂടെ ഫുൾ പാക്കേജ് ആയിട്ട് എൻ്റെ മണ്ടയ്ക്കിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിക്ക് ഞങ്ങൾ എൻജോയ് ചെയ്ത്. ആ വന്ന ട്രാവലേഴ്സിലെ ചേട്ടന്മാരായിരുന്നാലും അവിടെ ഉണ്ടായിരുന്നവരായിരുന്നാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. ഒടുക്കത്തെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറേ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴേ വണ്ടി കയറിയതാണ്. ഞങ്ങളങ്ങ് താഴെ എത്തിയപ്പം തന്നെ 8 മണി 9 മണിയൊക്കെ അടുപ്പിച്ച് അമ്മാതിരി ബ്ലോക്കായിരുന്നു. പിന്നെ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.